എന്നെ അയച്ചവന്റെ പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് പറയുന്നു? ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നുണ്ട്. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനൊന്ന് ചിന്തിച്ചാൽ അറിയാം. വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് സുവിശേഷത്തിന് വേണ്ടിയുള്ളത്. ଆଜିକାଲି ଆମମାନେ ଜାଣିଛନ୍ତି ଆମମାନଙ୍କର ପରିସ୍ଥିତି ଆମମାନଙ୍କ ପାଇଁ ଯୋଗ୍ୟ ନୁହେଁ। ଏହି ପ୍ରକାର ଗୋଟେ ପରିସ୍ଥିତି ମଧ୍ୟରେ ମଣ୍ଡଳୀ ଗତି କରୁଛନ୍ତି ଆମମାନେ ଭଲରେ ଚିହ୍ନେ। എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു പകലുള്ളിടത്തോളം അത് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം, ഈ സമയം നമ്മെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് നമ്മൾ അത് പൂർത്തീകരിക്കേണ്ടതാണ്. മാത്ര പരമേശ്വർ യഹാ ଆମମାନଙ୍କଠାରୁ ଚାहे ଦିନେ ଥାଉ ଥାଉ ଆମମାନେ ପ୍ରଭୁଙ୍କର ସେ କାର୍ଯ୍ୟକୁ ଆମମାନେ ପ୍ରକାଶ କରିବା, ଆମମାନେ ପ୍ରଭୁଙ୍କର ସେ ଇଚ୍ଛାକୁ ଆମମାନେ ସାଧନ କରିବା. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹാദൗത്യമുണ്ട്. ഒരു മഹാദൗത്യം നമുക്കറിയാം. അധ്യായത്തിലുണ്ട് മഹാദൗത്യം. ആ ദൗത്യം നമ്മൾ ഈ പകലുള്ള ഈ സമയത്ത് ചെയ്യേണ്ടതാണ് എന്ന് അവർ പറയുന്നു. ପ୍ରଭୁ ବହୁତ ବଡ଼ ଗୋଟେ ଦୈତ୍ୟ ଆମମାନଙ୍କୁ ହାତରେ ଦେଇଛନ୍ତି। ସେଟା ଆମମାନେ ଦିନେ ଥାଉ ଥାଉ ଆମମାନେ ସେ କାର୍ଯ୍ୟକୁ ଆମମାନେ ପୂର୍ଣ୍ଣ କରିବା, ଏହା ପରମେଶ୍ୱର ଆମଙ୍କଠାରୁ ଚାହାନ୍ତି. ഇത് കർത്താവായ യേശു പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ଏଟା ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ କହିବାର ଉଦ୍ଦେଶ୍ୟ କ'ଣ ଯଦି ଆମେ କହିବା, യേശു അതുവഴി കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. ആമേൻ. ଯୀଶୁ ସେ ବାଟ ଦେଇ ଯେତେବେଳେ ଯାଉଥିବା ସମୟରେ ଜନ୍ମରୁ ଅନ୍ଧ ହୋଇଥିବା ଜଣେ ବ୍ୟକ୍ତିଙ୍କୁ ସେଠି ବି ଦେଖିବାକୁ ପାଇଲେ. നമ്മൾ ബൈബിൾ നോക്കിയാൽ രോഗസൗഖ്യത്തിനും മറ്റു കാര്യത്തിനും യേശുവിന്റെ അടുക്കിലേക്ക് അനേകർ വരുന്നുണ്ട്. ଆମେ ଯେତେବେଳେ ଈଶ୍ୱରଙ୍କର ବାକ୍ୟକୁ ଦେଖିବା ସେତେବେଳେ ଅନେକ ରୋଗୀମାନେ ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କର ପାଖକୁ ସୁସ୍ଥତା ପାଇ ଆସୁଛନ୍ତି. പക്ഷേ ഈ കുരുടനായ മനുഷ്യൻ യേശുവിന്റെ അടുക്ക വന്നതല്ല, യേശു കടന്നു പോയപ്പോൾ അവനെ കണ്ടതാ. ആമേൻ. ഈ ଅନ୍ଧ ବ୍ୟକ୍ତି କେବେ ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କ ପାଖକୁ ଆସିନାହାନ୍ତି। ଯେତେବେଳେ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ସେ ବାଟ ଦେଇ ଚାଲିଗଲା ବେଳେ ତାଙ୍କ ପାଖରେ ପ୍ରଭୁ ଯୀଶୁ ପହଞ୍ଚି ଯାଇଛନ୍ତି. ഇവൻ അവിടെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ കുരുടനായി ജനിക്കാനുള്ള കാരണം എന്താണ്? ഇവന്റെ അപ്പനും അമ്മയും പാപം ചെയ്തിട്ടാണോ? ആമേൻ. ସେତେବେଳେ ଶିଷ୍ୟମାନେ ଏହି ପ୍ରକାର ପ୍ରଶ୍ନ ପଚାରୁଛନ୍ତି, ଲୋକମାନେ ପଚାରୁଛନ୍ତି ଏ ବ୍ୟକ୍ତି ଜନ୍ମରୁ ଅନ୍ଧ ହେବାର କାରଣ କ'ଣ, ତାଙ୍କର ବାପା ମା କ'ଣ ପାପ କରିଛନ୍ତି କି ବୋଲି ପଚାରୁଛନ୍ତି. പക്ഷേ കർത്താവായ യേശു പറഞ്ഞത് അവന്റെ അമ്മയും അപ്പനും പാപം ചെയ്തിട്ടല്ല, ഈ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രഭു യേശു ଖ୍ରୀଷ୍ଟ କହିଲେ ଏଟା ବାପା ମା ପାପ କରିବା ସାହସ ନାହିଁ ଏ ବ୍ୟକ୍ତି ହୋଇଛନ୍ତି। ଏଠି ପ୍ରଭୁ ଯୀଶୁଙ୍କର ଈଶ୍ୱରଙ୍କର ମହିମା ଗୌରବ ନିମନ୍ତେ ଏ କାମ ହେଇଛନ୍ତି ବୋଲି ପ୍ରଭୁ କହୁଛନ୍ତି. ആ സാഹചര്യം നമ്മൾ നോക്കിയാൽ അന്ന് ഈ പ്രവൃത്തി ചെയ്ത ദിവസം സബത്ത് ദിവസമാണ്. ആമേൻ. ଯେତେବେଳେ ଇଏ ମାନେ ଆଶ୍ଚର୍ଯ୍ୟ ଘଟଣା ଘଟିବାର ସମୟ ଯଦି ଆମେ ଦେଖିବା ସେଦିନ ସାബତ ଦିନ ଥିଲା. സബത്ത് ദിനം ഒരു വേല ചെയ്യാനുള്ള അനുവാദമില്ല ആർക്കും. സബത്തിനെ ആചരിക്കണം. അത് അന്ന് വേല ചെയ്യാനുള്ള ദിവസമല്ല. കാരണം ସେ କାଳର ରୀତି ନୀତି ଅନୁସାରେ ସାବତ ଦିନରେ ସମସ୍ତେ ବିଶ୍ରାମ କରନ୍ତି, କୌଣସି କାର୍ଯ୍ୟ ସେମାନେ କରନ୍ତି ନାହିଁ. ആ സമയത്താണ് സബത്ത് ദിവസം യേശു ഇവനെ കണ്ടിട്ട് അവനെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം വേണ്ടിയാകുന്നത്. ആമേൻ. ସେ ସାବତ ଦିନରେ ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଏ ଅନ୍ଧ ବ୍ୟକ୍ତିକୁ ଦେଖିଲେ ତାଙ୍କୁ ସୁସ୍ଥ କଲେ. കർത്താവ് അല്പം മണ്ണെടുത്ത് ചെറിയെടുത്ത് അതിൽ തന്റെ തുപ്പല് ഒഴിച്ചിട്ട് അവന്റെ കണ്ണിന്റെ പൂശിട്ട് ശീലോഹാകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ആമേൻ. ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଏହି ପ୍ରକାର କଲେ, ଟିକେ ଅଳ୍ପ ଟିକେ ମାଟି କାଢି ତାଙ୍କର ତୁମ୍ବ ଦେଇ ସେଟା ଟିକେ କାଦୁଅ କରି ତାଙ୍କର ଆଖିରେ ଲଗେଇକିରି ଶିଲୋହ ନଦୀରେ ଯାଇକି ତୁମେ ଡୁବିକି ଆସିବା ପାଇଁ ତାଙ୍କୁ ଆଦେଶ ଦେଲେ. അവൻ ആവശ്യപ്പെട്ടതല്ല, ഞാൻ പറഞ്ഞത് അവൻ ആവശ്യപ്പെട്ടതല്ല, യേശു അവനെ കണ്ടിട്ട് അവന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ആമേൻ. ഈ ଅନ୍ଧ ବ୍ୟକ୍ତି ଚାହିଁ ନାହାନ୍ତି, ମାତ୍ର ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ତାହା କରିକି ଦଉଛନ୍ତି ଯାହା ମାନେ ଦେଖିବାକୁ ପାଏ. അപ്പോൾ യേശു അവനോട് പറഞ്ഞത് അവൻ ആദ്യം അനുസരിക്കാനിടയായി. ആമേൻ. ଏତିକି ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଯାହା କିଛି ସେ ବ୍ୟକ୍ତିକୁ କହିଲେ ସେ ଅମାନ୍ୟ କଲେ ନାହିଁ, ସେ ଅନୁସରଣ କଲେ. അവന്റെ കണ്ണിൽ തുപ്പല് വരുത്തി അല്ലെങ്കിൽ ചെളി വാരി തേച്ച് കഴിഞ്ഞപ്പോൾ അവനോട് പറയുകയാണ് പോയി കഴിയുവാൻ. അവനതൊന്നും സമ്മതിക്കേണ്ട കാര്യമല്ല. കാര്യം ലോകപരമായി നോക്കിയാൽ അത് ഒരു ഔഷധമോ അല്ലെങ്കിൽ ഒന്നുമല്ല, കുറെ മണ്ണ് തുപ്പല് വരട്ടി കണ്ണിൽ തേച്ച് വെച്ചിരിക്കുന്നു. ଯଦି ଜାଗତିକ ଭାବରେ ଚିନ୍ତା କରିବା ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ କହିବା ସେ କଥାକୁ ସେ ଅମାନ୍ୟ କରିବା କଥା। କାରଣ ମାଟି ଯଦି ମାନେ କାଦୁଅ କରିକି ଆଖିରେ ଲଗାଏ ଏଟା ଗୋଟେ ମେଡିସିନ ନୁହେଁ, ଆଉ ସେ ମନା କରିଥାନ୍ତା। ମାତ୍ର ସେ ସର୍ବପ୍ରଥମେ ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କର
ତାଙ୍କର କଥାକୁ ସେ ହାଲେଲୁୟା ଅନୁସରଣ କଲେ। നമുക്കറിയാം അവൻ അനുസരിച്ച നിമിത്തം അവൻ പോയി കഴുകി അവന്റെ കണ്ണ് സുഖമായി അവന് കാഴ്ചവെപ്പാൻ തക്കവണ്ണം ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣଙ୍କର କଥା ଅନୁସାରେ ସେ କରିବା ଦ୍ୱାରା ତାଙ୍କର ଚକ୍ଷୁ ଉନ୍ମୁକ୍ତ ହେଲା, ସେ ପ୍ରକାଶ ପାଇଲେ। ഇത് വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത് എടെ देखि प्रभु यीशु कृष्ण കହୁଛନ୍ତି എന്നെ അങ്ങ് ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ് യേശു ഭൂമിയിൽ വന്നത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് ഭൂമിയിലേക്ക് തന്നെ അയച്ചിരിക്കുന്നത്. ସେଥିପାଇଁ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ କହିଲେ ମୋତେ ଯେ ପଠେଇଛନ୍ତି ତାଙ୍କର ସେ ଉଦ୍ଦେଶ୍ୟ ସଫଳ କରିବା ନିମନ୍ତେ ମୁଁ ଆସୁଅଛି ବୋଲି ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ କହିଲେ। അതിന് ശബ്ദത്തിന് തടസ്സമല്ല, യാതൊന്നും തടസ്സമല്ല. തനിക്ക് ലഭിച്ചിരിക്കുന്ന 3.5 വർഷക്കാലം അത് നന്നായി പ്രവർത്തിക്കാമെന്നുള്ളതാണ് തന്റെ ലക്ഷ്യം. ആമേൻ। ସେ ଆରେ ପ୍ରଭୁଙ୍କର ସେ କାର୍ଯ୍ୟର ବିରୁଦ୍ଧରେ ଠିଆ ହେବା ପାଇଁ କୌଣସି ସାବତ କି ନା କୌଣସି ଆଉ କୌଣସି ବିଷୟ କି ଠିଆ ହେଇପାରିବ ନାହିଁ। ପ୍ରଭୁଙ୍କର କାର୍ଯ୍ୟ ସେ ଠିକ ସମୟରେ କରିକି ସେ ଫେରିଯିବାର ଅଛି। അതുകൊണ്ട് യേശു പരീശന്മാരെ ശാസ്ത്രിമാരെ ആരെ ഭയപ്പെട്ടില്ല, അടിക്കുമെന്നോ കൊല്ലുമെന്നോ ഭയപ്പെട്ടില്ല. തന്റെ പ്രവൃത്തി താൻ ചെയ്യുവാൻ ഇടയായി. ആമേൻ। ସେଥିପାଇଁ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ ଫାରିସୀମାନଙ୍କୁ କି ଶାସ୍ତ୍ରୀମାନଙ୍କୁ କାହାକୁ ବି ଭୟ କଲେ ନାହିଁ। କିଏ ବି ତାଙ୍କର ବିରୁଦ୍ଧରେ ଛିଡ଼ା ହେଲେ ବି ସେ ଭୟହୀନ ହେଇ ସେ ତାଙ୍କର କାର୍ଯ୍ୟ ସମ୍ପୂର୍ଣ୍ଣ ଭାବରେ କରିବା ପାଇଁ ପ୍ରଭୁ ହାଲେଲୁୟା ଆଗକୁ ଚାଲିଗଲେ। അവൻ കണ്ണു കഴുകാൻ പോയ സമയത്ത് യേശു അവിടുന്ന് പോയി. അവൻ യേശുവിനെ കണ്ടില്ല. ആമേൻ। ସେ ଯେତେବେଳେ ଆଖି ଧୋଇବା ପାଇଁ ସେ ହାଲେଲୁୟା ବନ୍ଧ ପାଖରେ ଯିବା ସମୟରେ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ ଚାଲିଗଲେ। ସେ ଫେରି ଆସିଲା ବେଳେ ଆଉ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣଙ୍କୁ ସେ ଆଉ ଦେଖିଲେ। അവന് കണ്ണിന് കാഴ്ച ലഭിച്ചു കഴിഞ്ഞാൽ യേശുവിനെ കണ്ടില്ല. പക്ഷെങ്കിൽ ജനം അവനെ കാണാനിടയായി. ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ ചുരുക്കി പറയുകയാണ്, ഇത് എങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ്, ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഇന്ന് സമ്പത്താണ് എന്നുള്ള വിഷയം അവിടെ ഉയരാനിടയായി. ആമേൻ। ମାତ୍ର ସେ ଯେତେବେଳେ ସେ ନଦୀରୁ ଫେରି ଆସିବା ସମୟରେ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ ସେ ଜାଗାରେ ଚାଲି ଯାଇଥିଲେ। ମାତ୍ର ଜନ ସମୂହ ଏହି ପ୍ରକାର କହିଲେ ଏ ସାବତ ଦିନରେ କିଏ ଏ ପ୍ରକାର କାର୍ଯ୍ୟ କରୁଛନ୍ତି, ଏଟା କେମିତି ହେଲା? ଏ ସବୁ କିଛି କଥା ସେ ଜାଗାରେ ସମସ୍ତେ ସ୍ପ୍ରେଡ୍ ହେଇଗଲା। ତାହା ଈଶ୍ୱରଙ୍କର ଗୌରବ ନିମନ୍ତେ ସେ କାମ ସେ ଏଠି ହେଲା। അവന്റെ വീട്ടിൽ പ്രശ്നമായി. അവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു. അവർക്ക് അവരുടെ സഭയിൽ നിന്ന് പ്രശ്നമായി. അങ്ങനെ വലിയൊരു പ്രതികൂലമായിരിക്കുകയാണ്. ആ പ്രശ്നത്തിന്റെ നടുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ വിളിച്ചൊടുവിൽ ചോദിച്ചു, ഒന്നുകൂടെ 2ാമത്തെ പ്രാവശ്യം ചോദിക്കുക, ഇത് നിനക്ക് ആരാണ് ചെയ്തതെന്ന് പറ। ଏଠି ବହୁତ ବଡ଼ ଗୋଟେ ଆରେ ପ୍ରଶ୍ନ ଉଠୁଛନ୍ତି, ଏ ବ୍ୟକ୍ତିକୁ କିଏ ସୁସ୍ଥ କଲା, ଏଟା କେମିତି ହେଲା? ଏ ପ୍ରକାର ବହୁତ କିଛି ମାନେ ପ୍ରଶ୍ନ ସେ ଜାଗାରେ ଉଠିଲେ। ତାଙ୍କର ବାପା ମାଙ୍କୁ ଡାକିଲେ, ତାଙ୍କର ଲୋକମାନଙ୍କୁ ଡାକିଲେ। ବହୁତ ବଡ଼ ଗୋଟେ ଉଚ୍ଚାର ପଚାର ସବୁ ପ୍ରକାର ସେ ଜାଗାରେ ହେଇଛନ୍ତି। എന്നാൽ അതിനുശേഷം ഇവനെ അവിടുന്ന് പുറത്താക്കിയതിനു ശേഷം ഇവനെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കും യേശുവിന്റെ ശിഷ്യനാകാൻ ആഗ്രഹമുണ്ടോ? ആമേൻ। എലെ ये सब ପରେ ସେ ଜାଗାରୁ ତାଙ୍କୁ ବାହାର କଲା ପରେ ପଚାରୁଛନ୍ତି, ତୁମେ ବି ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣଙ୍କର ଶିଷ୍ୟ ହେବା ନିମନ୍ତେ ଇଚ୍ଛା କରୁଛନ୍ତି? അവൻ അവനെ അവിടുന്ന് പുറത്താക്കി കളയുന്നു എന്നതാണ് നാം വായിക്കുന്നത്. ଆମେ ସେଠି ଯେତେବେଳେ ପାଠ କଲା ବେଳେ ଜଣା ପଡୁଛି ସେ ବ୍ୟକ୍ତିଙ୍କୁ ସେମାନେ ସେ ଜାଗାରୁ ତୋଡ଼ି ଦେଇଛନ୍ତି। ഇവനെ പുറത്താക്കിയ ശേഷമുണ്ട് യേശുവിനുമായിട്ട് ഒന്നിച്ച് കാണുവാൻ തക്കൊണ്ട് ഇടയായെന്ന് എഴുതിയിരിക്കുന്നു. ତାପରେ ଆମମାନଙ୍କୁ ଦେଖିବାକୁ ପାଉଛନ୍ତି ଯେତେବେଳେ ଏ ଜାଗାରୁ ତାଙ୍କୁ ମାନେ ତୋଡ଼ିଦେଲା ପରେ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣଙ୍କ ସହିତ ତାଙ୍କର യേശു അവനോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ସେତେବେଳେ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ ତାଙ୍କୁ ପଚାରୁଛନ୍ତି, ତୁମେ ଈଶ୍ୱରଙ୍କର ପୁତ୍ରଙ୍କୁ ବିଶ୍ୱାସ କରୁଛନ୍ତି କି? അവൻ പറഞ്ഞു, യജമാനെ, അവൻ ആരാണ് ദൈവപുത്രൻ എനിക്ക് അറിയത്തില്ല എന്ന് പറയാൻ തക്കൊണ്ട് ഇടയാകുന്നു. ହେଲେ ସେ ବ୍ୟକ୍ତି କହୁଛନ୍ତି କିଏ ପ୍ରଭୁଙ୍କର ପୁତ୍ର ବୋଲି ମୁଁ ଜାଣେ ନାହିଁ ବୋଲି ସେ ବ୍ୟକ୍ତି ସେଠି କହୁଛନ୍ତି। യേശുവിനോട് പറയാണ്, നീ അവനെ കണ്ടിട്ടുണ്ട്, നീ അവനെ കണ്ടിട്ടുണ്ട്, അത് നിന്നോട് സംസാരിക്കുന്ന മനുഷ്യൻ തന്നെ എന്ന് പറയണ്ടേ? ആമേൻ। ସେତେବେଳେ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ କହିଲେ, ତୁମେ ସେ ବ୍ୟକ୍ତିକୁ ଦେଖିଛନ୍ତି, ଯାହା ସାଙ୍ଗରେ ତୁମେ ଏବେ କଥା ହଉଛ ସେ ବ୍ୟକ୍ତି କି ମୁଁ। ଆରେ ପ୍ରଭୁ ଯୀଶୁ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യേശുവിൽ വിശ്വസിച്ച് അവനെ നമസ്കരിക്കുവാൻ ସାଙ୍ଗେ ସାଙ୍ଗେ ସେ ବ୍ୟକ୍ତି ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣଙ୍କୁ ସ୍ୱୀକାର କଲେ, ତାଙ୍କୁ ହୁଡ଼ ହୋଇ ନମସ୍କାର କରୁଛନ୍ତି। ഈ സംഭവം നടന്നു. യേശു അതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യേണ്ടതാകുന്നു. കർത്താവിന് തന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുവാൻ സമയമോ കാലമോ ഒന്നും വിഷയമല്ല, തടസ്സങ്ങളല്ല. അത് നന്നായി ചെയ്ത് പൂർത്തീകരിച്ച് പിതാവിന്റെ ഇഷ്ടത്തിൽ ആമേൻ। ସେ ଏ କଥା କହିଲା ପରେ ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ କହିଲେ, ମୋର ପିତାଙ୍କର ଇଚ୍ଛାକୁ ସଫଳ କରିବା ନିମନ୍ତେ ମୁଁ ଏ ଜଗତକୁ ଆସିଛନ୍ତି। ଦିନେ ଥାଉ ଥାଉ ମୁଁ ପ୍ରଭୁଙ୍କର ସେ ଇଚ୍ଛାକୁ ମୁଁ ସାଧନ କରିବି। ଏହା ପ୍ରଭୁ ଯୀଶୁ କୃଷ୍ଣ ହାଲେଲୁୟା ସେମାନଙ୍କୁ କହିଲେ। ഈ വായിച്ചതുപോലെ
ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി മുമ്പിലുണ്ട്. ମୋର ପ୍ରିୟ ଲୋକମାନେ, ଏହି ପ୍ରକାର ଗୋଟେ ଦିନ ଏହି ପ୍ରକାର ଗୋଟେ ରାତ୍ରି ଆସୁଛି, କିଏ ବି କାର୍ଯ୍ୟ କରିପାରିବନି। നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട കാലമാണിത്. ଆମେ ନିଜକୁ ମାନେ ପରୀକ୍ଷା କରିବା। നമ്മൾ നമ്മെ തന്നെ ഒന്ന് ഒന്ന് ചിന്തിക്കേണ്ട, നമ്മളെ ചെയ്തുവതോ ഇനി ചെയ്യുവാനുള്ള അവസ്ഥകളെ കുറിച്ചോ നന്നായി ഒന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ଆମେ ଏ ଦିନମାନଙ୍କ ମଧ୍ୟରେ ଆମେ ନିଜକୁ ନିଜେ ମାନେ ପରୀକ୍ଷା କରିବା, ଆମେ ନିଜକୁ ନିଜକୁ ପ୍ରସ୍ତୁତ ହେବା। ପ୍ରଭୁ ତାହା ଆମଠାରୁ നാം ചിന്തിക്കണം നമ്മുടെ ബന്ധം ദൈവമായിട്ട് ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന്. ଆମେ ଚିନ୍ତା କରିବାର ଅଛି ପ୍ରଭୁଙ୍କ ସହିତ ଆମମାନଙ୍କର ରିଲେସନ କେମିତି ଅଛି। നമ്മുടെ വചനം കേൾക്ക മാത്രം ചെയ്യുന്നവരാണോ, നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയുള്ളവരാണോ? ଆମେ ଖାଲି ପ୍ରଭୁଙ୍କର ବାକ୍ୟ ଖାଲି ଶୁଣୁଛନ୍ତି କି ନା ତାଙ୍କର କାର୍ଯ୍ୟକାରୀ ଅଟନ୍ତି କି? ଆମେ ആ വചനത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ସେ ଏଇ ବାକ୍ୟରେ ମାନେ ଚିରସ୍ଥାୟୀ ରହିବା ପାଇଁ സ്ഥായി ആവാൻ വേണ്ടി ആമാനെ പരിശ്രമ କରିବା. വചനം കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് അഭിവൃദ്ധി ഉണ്ടോ, അതിൽ വളർച്ചയുണ്ടോ, അതിൽ നമ്മുടെ ജീവിതത്തിൽ അത് മെച്ചപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആമാനെ ଯେତେବେଳେ ଈଶ୍ୱରଙ୍କର ବାକ୍ୟ ആമാനെ ଶୁଣିବେ, ଆମେ ନିଜକୁ ନିଜେ ആമാനെ ବୃଦ୍ଧି ପାଉଛନ୍ତି କି ଶକ୍ତି ପାଉଛନ୍ତି କି ଆମେ ପରୀକ୍ଷା କରିବା. ദൈവമായിട്ടുള്ള ബന്ധം അത് നമ്മുടെ പ്രാർത്ഥനയാണല്ലോ. പ്രാർത്ഥനയിൽ നാം എപ്രകാരമായിരിക്കും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ପ୍ରଭୁଙ୍କ ସହିତ ଯୋଗାଯୋଗ କରିବାର ଗୋଟେ ମାଧ୍ୟମ ଅଟେ ପ୍ରାର୍ଥନା। ଆମମାନଙ୍କ ଜୀବନରେ ପ୍ରାର୍ଥନା କେମିତି ଅଛି? അത് കൂടിയിട്ടാണോ അതോ കുറഞ്ഞിട്ടാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ପ୍ରାର୍ଥନା ମାନଙ୍କର ଜୀବନରେ କମି ଯାଉଛନ୍ତି କି ନା ଆମେ ପ୍ରାର୍ଥନାରେ ଶକ୍ତି ପ୍ରାପ୍ତ ଅଟେ? യാക്കോബ് ഇപ്രകാരം പറയുന്നുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ എന്നാൽ നിങ്ങളോട് അടുത്ത് വരും. ଯାକୋବଙ୍କର ପତ୍ରିକାରେ ଲେଖିଛନ୍ତି, ଆମେନ୍, ତୁମେ ପ୍ରଭୁଙ୍କ ପାଖକୁ ଯାଅ, ପ୍ରଭୁ ତୁମ ପାଖକୁ ଆସିବେ। ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇത് വളരെ ചിന്തിക്കണം. വചനത്തിൽ നിലനിന്ന് വചനപ്രകാരം ജീവിച്ച് വചനത്തിൽ ശക്തിപ്പെട്ട് പ്രാർത്ഥനയിൽ മുന്നേറി കർത്താവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. ദിനମାନଙ୍କ ମଧ୍ୟରେ ଆମମାନେ ଏହି ପ୍ରକାର ସମର୍ପଣ କରିବା, ପ୍ରଭୁ ତୁମର ଇଚ୍ଛାକୁ ମୁଁ ସାଧନ କରିବି। ତୁମେ ଯୋଉ ଉଦ୍ଦେଶ୍ୟରେ ମୋତେ ରଖୁଛନ୍ତି, ସେ ଉଦ୍ଦେଶ୍ୟ ମୋର ଜୀବନରେ ସଫଳ ହେବା ନିମନ୍ତେ ମୁଁ ସମର୍ପଣ କରୁଛୁ ବୋଲି ବୋଲେ സമർപ്പണ മന നമ്മുടെ ജീവନରେ ଆସିବାର। കാരണം എന്തെന്നാൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വന്നുകൊണ്ടിരിക്കുക. ମାନେ କାରଣ କିଏ ବି କାର୍ଯ୍ୟ ନ କରିବା ଗୋଟେ ରାତ୍ରି ଆସୁଅଛି। നമ്മുടെ ദൈവങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ଆମମାନଙ୍କର ସମସ୍ତ ପରିବେଶ ପରିസ്ഥിତି ସବୁ ବଦଳି ଯାଉଛନ୍ତି। അപ്പോൾ നാം ആ വിഷയത്തിൽ വളരെ പ്രാധാന്യം കൊടുത്ത് കർത്താവ് നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുവാനിടയാണ്. ହେଲେ ଆମମାନେ ଏ ବିଷୟରେ ଆମମାନେ ଧ୍ୟାନ ନେବା। ପ୍ରଭୁ ଯୋଉ ଆମେନ୍ ଉଦ୍ଦେଶ୍ୟରେ ଯୋଉ ସଂକଳ୍ପରେ ଆମମାନଙ୍କୁ ଆହ୍ୱାନ କରୁଛନ୍ତି, ଆମମାନଙ୍କର ଆହ୍ୱାନକୁ ଆମେ ଧରି ରଖିବା, ପ୍ରଭୁଙ୍କର ସେବାରେ ଆମେ ଆଗେ ରହିବା। ଏକା ମୁଁ କହିବା ପାଇଁ ଚାହୁଁଛି। ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞാൽ നിർത്തിയേക്കാം. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്, ദൈവമായിട്ടുള്ള ബന്ധം ചെയ്യുമ്പോൾ തന്നെ